ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ തിരുവചനം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ, അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ഇവിടെ സഭയ്ക്ക് ലേഖനം എഴുതി അറിയിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ്ലീഹ പറയാണ്, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. സാധാരണ കഷ്ടങ്ങൾ സഹിക്കുമ്പോൾ, കഷ്ടമുണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ സന്തോഷിക്കാൻ ആരും പറയാറില്ല. സാരമില്ല, സഹിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പത്രോസ്ലീഹ പറയാ, കഷ്ടങ്ങൾ വരുമ്പോൾ, കർത്താവ് നിമിത്തം, ദൈവനാമ നിമിത്തം കഷ്ടത വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കുവിൻ. എന്നാ കാര്യമെന്ന് ചോദിച്ചാൽ, നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ ക്രിസ്തു നിമിത്തമാണ്, ക്രിസ്ത്യാനിയായിട്ട് അനുഭവിക്കുന്ന കഷ്ടമാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനിയാകുമ്പോൾ, നമ്മൾ ദൈവമക്കളാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളുണ്ട്, വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ടവരാണ്. ആ കഷ്ടതയുടെ പ്രത്യേകത, നമ്മൾ ക്രിസ്തു നിമിത്തമാണ് കഷ്ടം അനുഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ ക്രിസ്തു നിമിത്തമാണെങ്കിൽ അതിൻ്റെ ഒരു നമ്മൾക്ക് സന്തോഷിക്കാൻ ഇടയാകുന്നത് യേശു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകും. കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ കഷ്ടതകളൊന്നും കഷ്ടതകളായി തോന്നുകയില്ല, അത് നമുക്കൊരു ഭാരമായി തീരുകയില്ല. കാര്യം യേശു നമ്മുടെ കൂടെ ഉണ്ട്. കഷ്ടതയെ ജയിച്ച, വേദനയെ ജയിച്ച, പ്രതിസന്ധിയെ ജയിച്ച, വെല്ലുവിളികളെ ജയിച്ച യേശു നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ആ കഷ്ടതകളൊന്നും നമുക്ക് കഷ്ടതകളായി തോന്നാതെ, ഭാരമായി തോന്നാതെ അതിന് ജയിക്കാൻ കഴിയും. അപ്പോൾ ക്രിസ്തീയ ജീവിതം കഷ്ടതകളില്ലാത്ത ജീവിതമല്ല, പകരം കഷ്ടതയെ ജയിക്കുന്ന ജീവിതമാണ്. സുഖകരമായ ജീവിതമല്ല, പകരം ജയകരമായൊരു ജീവിതം. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇന്ന് അനുഭവിക്കുന്ന ആ വേദന, ദുഃഖങ്ങൾ ക്രിസ്തു നിമിത്തമാണെങ്കിൽ നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കുവിൻ. കാരണം കർത്താവിൻ്റെ വരവെങ്കിൽ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെ ഉല്ലസിച്ച് ആനന്ദിക്കാനിടയായിത്തീരും. ആ കർത്താവിൻ്റെ കഷ്ടതയ്ക്ക് നമ്മൾ കൂട്ടാളികളാകും തോറും നമ്മൾ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കും കൂട്ടാളികളാകുകയാണ്. നമ്മൾ കർത്താവിൻ്റെ ആ നിത്യരാജ്യത്തിൽ കർത്താവിൻ്റെ കൂടെ വസിക്കാൻ കർത്താവ് നമ്മളെ അനുവദിക്കുന്നു. കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും കർത്താവ് കൂടെ നിന്ന് നമ്മുടെ കഷ്ടതകളൊക്കെ, പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറ്റി അതിന് നമുക്ക് ജയിക്കാനുള്ള കർത്താവ് കൃപ തന്ന് കർത്താവ് നമ്മളെ അത്ഭുതകരമായി കർത്താവ് നടത്തും. ഇന്നത്തെ കഷ്ടങ്ങൾ മാറും, വേദനകൾ മാറും, നിരാശകൾ മാറും. നിങ്ങൾ ജയകരമായി ജീവിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ കഷ്ടതയിൽ കർത്താവ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ ജയാളികളാക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഒരു ജയകരമായ ജീവിതം നയിക്കാൻ പിതാവേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, പ്രാർത്ഥന കേൾക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് യേശുവിൽ വിശ്വസിക്കാം. ജയകരമായി ജീവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.